എങ്ങനെ നല്ല പറയാൻ വരത്തില്ല. ഞാനും മാമിന്റെ ക്ലാസ് ഞാൻ ഫൈനലി ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത് സത്യം പറയാനോ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ 6 കൊല്ലം അതിന് വേണ്ടി നടക്കുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല. അങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത് മാമിന്റെ ആ ട്രിക്കും ചിക്ക് അതെല്ലാം കൊണ്ട് തന്നെ ഞാനിത് പാസ്സായത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് 10th ഞാൻ ഗ്യാപ്പ് എടുത്തു 1 ഇയർ ഒക്കെ ഒരു വർഷത്തിലൊന്ന് അങ്ങനെ എഴുതിക്കൊടുത്തു. നല്ല കണ്ടിന്യൂസ് ആയിട്ടല്ല എഴുതി. ഞാൻ കേരളത്തിലെ എല്ലാ ബിസിനസ് എല്ലായിടത്തും പേരെടുത്ത് പറയുന്ന എല്ലായിടത്തും ഉണ്ട്. ഫൈനലി ഞാൻ മാമിന്റെ വീഡിയോ യൂട്യൂബിൽ കണ്ട് അങ്ങനെ ഞാൻ ഡിസംബർ 17 ആ ബാച്ചിന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ക്ലാസ്. ഞാൻ മാർച്ച് 23 എക്സാം ആയിട്ട് യൂസ്ഫുൾ ആണ്. ബാക്കിയുള്ളിടത്തെല്ലാം നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒത്തിരി സ്റ്റുഡന്റ് ഉണ്ട്, അറ്റൻഡൻസും കിട്ടത്തില്ല. അത് ഇപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് ആവശ്യമായത് മാത്രം മാം പറഞ്ഞു തരുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും അത് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ല. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വേയിലും അതിനെ ഓരോ അബ്സല്യൂട്ട് വേർഡ്സ് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യണം, അല്ലാതെ ഫുൾ എലിമിനേഷൻ മെത്തേഡ് അല്ല ഫോളോ ചെയ്തത്. ലിസണിങ് ആണെങ്കിലും എങ്ങനെ കേട്ടിട്ട് നമ്മൾ അത് അർത്ഥം നമുക്കത് മീനിങ് മനസ്സിലാക്കി എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത് ഞാൻ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആരുടെയും ഞാനൊരു ഫസ്റ്റ് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തു. ബേസിക് നമുക്ക് വേണമല്ലോ, ബേസിക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയില്ല സത്യമായിട്ടും. പിന്നെ ആ ഒരു ഫോളോ നമുക്ക് ആ ഒരു ഇത് മൈൻഡിൽ കിടക്കും, അങ്ങനെ ആയിരിക്കും. അടുത്തടുത്ത് ചെല്ലുമ്പോഴും അതേ ആ ഫോളോ ചെയ്തു. അങ്ങനെയാണ് കുറെ വർഷങ്ങൾ വേസ്റ്റ് ആയി. ഇങ്ങനെ മാമിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായത് മാത്രം നോക്കണം. റീഡിങ് ആണെങ്കിൽ അത് അല്ലാതെ ഒത്തിരി നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങനെ കിടക്കും പ്രഷർ ചെയ്ത് അങ്ങനെ വേണ്ടാന്ന് എനിക്ക് മനസ്സിലായി. യൂസ്ഫുൾ ആയത് മാത്രം നമ്മൾ നോക്കി ഒത്തിരി സ്ട്രെസ് റിലീസ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ സ്കോർ റീഡിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തു. റൈറ്റിംഗ് സ്പീക്കിംഗ് ആണെങ്കിൽ അമ്മ എടുത്തുകൊണ്ടിരുന്നത് ഡെയിലി ക്ലാസ് തന്നെ. ഡെയിലി ഒരു ക്ലാസ് പോലും മിസ്സാകാതെ എല്ലാം നമ്മൾ നന്നായിട്ട് കറക്ഷൻ തരികയായിരുന്നു. അതുപോലെ മാം തന്നെ എല്ലാ ആഴ്ചയും വിളിച്ച് ചോദിക്കും എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ട്, എവിടെയാണ് നിങ്ങളുടെ വീട്ടിൽ എല്ലാം ചോദിക്കുന്നത്. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. നമ്മൾക്ക് ഒരു ടൈം അവർ വെച്ച് അവർ ചെയ്തു തരും. അത് ആൻസർ എങ്ങനെ കിട്ടിയില്ല, അത് എവിടെ നിന്ന് കിട്ടി എന്ന് മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷെ നമ്മളതിനെ ആ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് മാമിന്റെ ക്ലാസ്സിലാണ്. പാർട്ട് എ ഒക്കെ തന്നെ മാമിന്റെ കുറച്ച് കറക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഓക്കെ കുറച്ച് ബെറ്റർ ആയി. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് ആൻസർ 20 നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളത് മനസ്സിലായി. അതൊരു 1 വീക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജനുവരിയിൽ ക്ലാസ് കഴിഞ്ഞെങ്കിലും ഫെബ്രുവരി മാർച്ച് ഞാൻ എന്റെ ടൈമിന് വേണ്ടി ഞാൻ എടുത്തതാണ്. ഞാൻ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നത്, ഒന്നിനും പോവാതെ അത് തന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ അത് എങ്ങനെ വേണമെന്നിടത്ത് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എല്ലായിടത്തും പഠിച്ചത്. അപ്പൊ അവിടെ നോക്കി പറഞ്ഞ് നമുക്ക് ലിസണിങ് മെറ്റീരിയൽ തരും, ലിസണിങ് ചെയ്യും, ആൻസർ എവിടെ റോങ് ആയി അത് മാത്രമേ നമുക്ക് അവര് ക്ലിയർ ചെയ്തെടുക്കുള്ളൂ. പക്ഷെ അതെങ്ങനെ റോങ് ആയി, എന്തുകൊണ്ട് റോങ് ആയെന്നുള്ളത് മാം നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പം അത് നല്ല ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. എനിക്ക് അവരോട് ജോയിൻ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്, ഒത്തിരി ഹെൽപ്ഫുൾ.